മനീഷ് ഇന്നും അടച്ചിട്ട മുറിയിലായിരുന്നു വാദം. അതിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കുന്നു പ്രോസിക്യൂഷൻ. പ്രതിഭാഗമാവട്ടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ചിലതൊക്കെ ആവർത്തിക്കുകയാണ്. ഒപ്പം ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയുന്നു, രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുന്നു, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്, അതിൽ പീഡനം നടന്നിട്ടില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ ഗർഭഛിദ്രം അത് സ്വന്തം തീരുമാനപ്രകാരമാണ് എന്ന് പറയുന്നു. അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ ഇന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. കൂടാതെ പുതിയ പരാതി, അതിന്റെ വിശദാംശങ്ങൾ, തെളിവുകൾ ഉൾപ്പെടെ അതും പ്രോസിക്യൂഷൻ ഹാജരാക്കുകയാണ്. അങ്ങനെ വിശദമായി തന്നെ വാദമുഖം അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ ഇന്ന് സംഭവിച്ചത് എന്താണ്? അനുജ, സ്വാഭാവികമായി തന്നെ രാഹുലിനെതിരെ ചുമത്തിയ രണ്ടാമത്തെ എഫ്ഐആർ ഈ കേസിൽ പ്രോസിക്യൂഷന് കിട്ടിയ ഒരു പിടിവള്ളിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ സമർത്ഥിച്ചത്. ഈ രണ്ടാമത്തെ എഫ്ഐആർ കൂടി വളരെ ഗൗരവത്തിൽ കോടതി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട രാഹുലിനെതിരെ പരാതികളുടെ പ്രവാഹമാണ്. പലരും ഭീഷണി കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കോടതിയിലോ അല്ലെങ്കിൽ പോലീസിലോ നിയമവ്യവസ്ഥയിലോ തന്നെ അറിയിക്കാതെ വരികയാണ്. രണ്ടാമത് അയച്ച പെൺകുട്ടി പോലും അതിൻ്റെ അഡ്രസ്സ് പോലും രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ അതുപോലും മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പരാതി നൽകുന്നത് ഭയം കൊണ്ടാണ്. അങ്ങനെ രാഹുൽ ഒരു നിയമസഭാ സാമാജികനാണ്. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരാൾ ഈ ഇങ്ങനെ 8 ദിവസത്തോളം മറഞ്ഞു നിന്നുകൊണ്ട് ഈ കേസുമായി സഹകരിക്കാത്തത് ഈ കേസിനോട് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോട് ചെയ്യുന്ന വെല്ലുവിളിയാണെന്നടക്കമുള്ള വാദങ്ങൾ ഇന്നലെ മുതൽ തന്നെ പ്രോസിക്യൂഷൻ നിരത്തിയതാണ്. ഇന്ന് രാവിലെ കോടതിയിൽ രണ്ടുപേരുടെയും അന്തിമമായ വാദങ്ങൾ, രണ്ടുപേർക്കുമുള്ള തുടർ വാദങ്ങൾ രണ്ടുപേരും നടത്തി. ആദ്യം പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്ക് മുൻപേ പ്രോസിക്യൂഷൻ ഇന്നലെ നൽകിയിട്ടുള്ള ഡിജിറ്റൽ രേഖകളുടെ അവശേഷിപ്പുകളായിരുന്നു ഇന്ന് നൽകിയത്. അതായത് ഇന്നലെ പ്രോസിക്യൂഷൻ ആദ്യം സമർപ്പിച്ചത് ഈ പെൺകുട്ടിക്ക് ഗർഭചിത്രം നടത്താനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട പ്രേരണ നൽകിയത് രാഹുലാണെന്നുള്ള കാര്യത്തിലെ തെളിവുകളായിരുന്നു. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന തെളിവുകൾ ഇന്നലെ തന്നെ പ്രതിഭാഗം നൽകി. കാരണം പെൺകുട്ടിയെ മാത്രമാണ് ഈ മരുന്ന് കഴിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയ അടക്കമുള്ള തെളിവ്. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന, അതായത് ഒരേ വാട്സപ്പ് ചാറ്റിൽ ഒരു ദിവസം നടത്തിയ വാട്സപ്പ് ചാറ്റിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ ആദ്യം വരുന്നു. പക്ഷേ പിന്നീട് അതിനെ ഖണ്ഡിക്കാൻ പ്രതിഭാഗം മറ്റൊരു ഭാഗം കൊണ്ടുവരുന്നു. അങ്ങനെ ഇന്ന് ഏകദേശം ഈ പെൺകുട്ടിയും രാഹുലുമായി നടത്തിയിട്ടുള്ള പൂർണ്ണമായ വാട്സപ്പ് ചാറ്റ് വിവരങ്ങൾ കോടതിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയും രാഹുലും തമ്മിൽ സംസാരിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്, ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഈ പെൺകുട്ടി ഗർഭിണിയായ ശേഷം ഗർഭചിത്രം നടത്താൻ വേണ്ടിയുള്ള ആലോചന നടക്കുന്ന സമയത്ത് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ തരം സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ആ രീതിയിൽ പീഡനങ്ങൾ ഉണ്ടായി, ഭീഷണി ഉണ്ടായി അടക്കമുള്ള കാര്യങ്ങൾ ഈ 2 ദിവസമായി ഇവർ നടത്തിയിട്ടുള്ള വാട്സപ്പ് ചാറ്റിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ ശബ്ദ സന്ദേശത്തിൽ നിന്നും ഏകദേശം ഏറെക്കുറെയും രണ്ട് കൂട്ടരും സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും ഏകദേശം ഒരു ചിത്രത്തിലേക്ക് കോടതിക്ക് എത്താൻ കഴിയും. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഇന്നലെ കോടതി അത് കേട്ടിരുന്നു. അത് ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾക്കും മെഡിക്കൽ രേഖകൾക്കും ഒക്കെ തന്നെ അതിലും വലിയ ആധാരമാണ് പെൺകുട്ടി നൽകിയിട്ടുള്ള രഹസ്യമൊഴി. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തുടക്കം മുതൽ ഒടുക്കം വരെ രാഹുലുമായി ബന്ധമുള്ള സമയം മുതൽ അവസാനം ഗർഭചിത്രം നടത്തി പെൺകുട്ടി അവശരായി ആ സമയം വരെ ഉണ്ടായ ട്രോമകളെ അടക്കമുള്ള കാര്യങ്ങൾ രഹസ്യമൊഴി ഇന്നലെ കോടതി കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ്റെ ഏറ്റവും വലിയ പിടിവലിയിൽ ഇത്തരം തെളിവുകളാണ്. എന്നാലും പ്രോസിക്യൂഷന് ചില തെളിവുകളുടെ അഭാവം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം പല കാര്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടം തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇപ്പോഴും പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നുണ്ട്. അതൊരു വലിയ വാദഗതിയാണ്. ഈ കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കാൻ പ്രോസിക്യൂഷൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. പെൺകുട്ടിയെ പീഡിപ്പിക്കാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ തന്നെ അല്ലെങ്കിൽ ഈ രീതിയിൽ ഗർഭചിത്രം നടത്താനും ഒക്കെ തന്നെ പ്രേരിപ്പിച്ചതിൻ്റെ കൂടുതൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഇത് പ്രതിക്ക് ജാമ്യം കൊടുത്താൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നശിപ്പിക്കപ്പെടും. പെൺകുട്ടി നൽകിയ കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ പരാതികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഇയാളൊരു ക്രിമിനലാണ് എന്ന് പറയുകയാണ്. തുടർച്ചയായ 8ാം ദിവസം ജനപ്രതിനിധി ഒളിവിൽ കഴിയുന്ന സാഹചര്യം. അന്വേഷണവുമായി സഹകരിക്കുമെന്നതാണ് മറുഭാഗത്ത് പ്രതിഭാഗം ഉയർത്തുന്ന വാദമുഖം. ഏതായാലും വാദം പൂർത്തിയായിരിക്കുന്നു. ഇനി കോടതിയുടെ തീരുമാനം എന്ത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.